സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ശ്രീ വിൻസെന്റ്. ഇവിടെ ശ്രീ ബിജു ഇവിടെ പറഞ്ഞത് പാർട്ടിയെ മോശപ്പെടുത്തുന്നതിനാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. ആരാണ് യഥാർത്ഥത്തിൽ പാർട്ടിയെ മോശപ്പെടുത്തുന്നത്? പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവ് ലാ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന വകുപ്പിൻ്റെ മന്ത്രിയായിരിക്കുമ്പോൾ, മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വകുപ്പിന് കീഴിലുള്ള പോലീസ് സ്റ്റേഷനിൽ കയറി ആക്രമണം നടത്തുക, റോഡിൽ അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം നിൽക്കുന്ന പോലീസുകാരനെ ആക്രമിക്കുക, ഇവരെല്ലാമാണ് നിങ്ങളുടെ സർക്കാരിനെ അവമാനിക്കുന്നത്. അല്ലാതെ നിയമം നടപ്പിലാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥയല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ആദ്യം നിങ്ങൾ നേരെയാക്കേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഇപ്പം സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള അക്രമത്തെക്കുറിച്ച് പറഞ്ഞു. എന്തുകൊണ്ടാണ് നിങ്ങൾ അന്ന് ഇവർക്കെതിരെ നടപടിയെടുക്കാത്തത്? ഏതെങ്കിലും ഒരു നടപടി നിങ്ങൾ അന്ന് ഇവർക്കെതിരെ ശുപാർശ ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ഏതെങ്കിലും അന്ന് കമ്മീഷണറെ നിങ്ങൾ മാറ്റി, എന്തുകൊണ്ട് അന്ന് DCPയെ മാറ്റിയിട്ടില്ല? ആ സംഭവങ്ങളുടെ പേരിലല്ലേ ട്രിവാൻഡ്രം കമ്മീഷണർ മാറ്റിയത്? തിരുവനന്തപുരം കമ്മീഷണറെ പ്രകാശനല്ലേ അല്ലാതെ അദ്ദേഹത്തെ മാറ്റിയത്? ഇതുമായി ബന്ധപ്പെട്ടാണ്. അല്ലല്ല, അദ്ദേഹത്തെ മാറ്റുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഓടി വന്നു, ആ വാഹനം ഇടിക്കുകയൊക്കെ ചെയ്തു. അതാണ്. പക്ഷേ ബിന്ദു കൃഷ്ണയുടെ ഭർത്താവിനടക്കം പറഞ്ഞത് അവിടെ ആക്രമണം നടത്തി, അവിടെ അക്രമികളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റിയത്. എന്തുകൊണ്ടാണ് അന്ന് DCPയെ മാറ്റാത്തത്? ഞാൻ ചോദിക്കട്ടെ, CCTVയുടെ കാര്യമൊക്കെ ബിജു ഇവിടെ ചൂണ്ടിക്കാണിച്ചു. ഈ DCP അവിടെ കയറുന്നത് മുതലുള്ള ദൃശ്യങ്ങൾ CCTV ഉണ്ട്. അതിന് മുമ്പുള്ള 1 മണിക്കൂറിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ നിങ്ങളുടെ പാർട്ടിക്ക് സാധിക്കുമോ? അത് ഓഫായിരുന്നെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, അവർ കയറുന്നതും ഓണാവുന്നു, അതിനു മുമ്പ് ഇത് ഓഫാവുന്നു. ഇത് ആരെ ബോധ്യപ്പെടുത്താനാണ്? അവിടെ ഒരു സംശയവുമില്ല ഈ കേസിലെ പ്രതികൾ ആ ഓഫീസിലുണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഒരിക്കലും CPM ഇവിടെ ഭരിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഓഫീസർ കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ അവിടെ കയറില്ല. ബിജു, നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾ ഇവിടുന്ന് കഴിഞ്ഞു പോയാലും നിങ്ങൾ പരിശോധിക്കണം. ആ CCTV 1 മണിക്കൂർ മുമ്പുള്ള ദൃശ്യങ്ങൾ പുറത്തുവിടാൻ നിങ്ങളുടെ പാർട്ടിക്ക് സാധിക്കുമോ? ക്ലിയർ ആണ്. ഒരു സെക്കൻഡ്, വേറെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥയോ ഇങ്ങനെ ഒരു വിവരം കിട്ടിയാൽ തിരുവനന്തപുരത്തെ DC ഓഫീസിൽ കയറുമെന്നങ്ങ് കരുതുന്നുണ്ടോ അർദ്ധരാത്രിയിൽ? അല്ല, അത് അവരെ സംബന്ധിക്കുന്ന കാര്യമാണ്. ഓരോ വ്യക്തികളെ സംബന്ധിച്ച കാര്യമാണ്. ഇപ്പോൾ മൂന്നാറിൽ പിന്നെ ഒരു സബ് കളക്ടർ, വേറെ ആരെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അതിനെന്ത് ലോജിക്കാണുള്ളത്? ഇനിയിപ്പോ ഒരു സബ് കളക്ടറോട് ചെയ്യുന്നില്ലല്ലോ. ഇനി ഒരു DCPയും ഇതുപോലെ കയറരുത്, നിയമം നടപ്പിലാക്കരുത് എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പം വേറെ ആരെങ്കിലും നിങ്ങളുമാണ് എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി പറയുന്നത്. എല്ലാവരും കൂടെ ചേർത്താണ് പിടിച്ചിരിക്കുന്നത്. നിങ്ങളൊക്കെ ജനാധിപത്യ സമൂഹത്തിലെ ആധാരശിലകളാണ്. ഈ ആധാരശിലകളെല്ലാം ഈ പാർട്ടി ഓഫീസുകളാണ്. അതുകൊണ്ട് അവിടെ എന്തുമാകാം, ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ് കിട്ടിയിരിക്കുന്നത്. പാർട്ടി ഓഫീസുകൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതിൽ പാർട്ടി ഓഫീസുകൾ പ്രതികളെ ഒളിപ്പിക്കാനുള്ള താവളമാകരുത്. അത് ഏത് പാർട്ടി ഭരിച്ചാലും ഏത് പാർട്ടി ആയിരുന്നാലും ശരിയല്ല എന്നുള്ള നിലപാടാണ്. ഇപ്പോൾ അതിനകത്ത് പോലീസ് കയറുമ്പോൾ പോലീസിൻ്റെ നടപടിയെ രാഷ്ട്രീയ പാർട്ടികൾ വിമർശിക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ ഭരണത്തിലിരിക്കുന്നവർ ആ നടപടിക്കെതിരായി നിലപാട് സ്വീകരിക്കുന്നത് ഇപ്പോഴാണ്. അധികാരത്തിലിരിക്കുന്ന ഭരണാധികാരി തന്നെ ഈ നിലപാടിനെ ഒരു പോലീസ്, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു പോലീസ് ഓഫീസറുടെ നടപടിയെ ഓൺ ചെയ്യാതിരിക്കുക, അതിനെതിരായി നടപടിയെടുക്കുക. ഞാൻ നടപടിയെടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രസ്താവന അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ശരിയാണോ? നിയമവാഴ്ച, കേരളത്തിലെ നിയമവാഴ്ച എങ്ങോട്ടാണ് പോകുന്നത്? ഇതെല്ലാമാണ് നമ്മുടെ മുന്നിൽ ചോദ്യം ഉന്നയിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോടത്തെ കാര്യത്തിലാണെങ്കിൽ ആ പോലീസുകാരൻ അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അത് തലതിരിഞ്ഞ പോലീസുകാരനാണെന്ന് ഇവിടെ താങ്കൾ ഒരു സെക്കൻഡ് പാർട്ടി സെക്രട്ടറി പറയുന്നു. അപ്പോൾ അങ്ങ് പറയുന്ന യുക്തി വെച്ചിട്ടാണ് എങ്കിൽ ഈ SFIക്കാർ ഈ ട്രാഫിക് പോലീസുകാരനെ ആക്രമിക്കുന്നു, അതുപോലെ തന്നെ ഈ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നു, അങ്ങനെ ഈ സർക്കാരിനെ ദുഷ്പേരുണ്ടാക്കുന്നു എന്നല്ലേ അങ്ങ് പറഞ്ഞത്? അങ്ങനെയെങ്കിൽ പാർട്ടി സെക്രട്ടറിയും ഈ സർക്കാരിന്റെ ദുഷ്പേരുണ്ടാക്കാൻ ശ്രമിക്കും. കാരണം പാർട്ടി സെക്രട്ടറി ആ പോലീസുകാരനെ പറ്റി പറഞ്ഞത് തലതിരിഞ്ഞൊരു പോലീസുകാരനാണ്. അപ്പോൾ അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്. ഇവരെല്ലാവരും മുഖ്യമന്ത്രിക്കെതിരെ, ഈ സർക്കാരിനെതിരെ നീങ്ങുന്നു, അല്ലെങ്കിൽ അങ്ങനെ നീങ്ങുന്നു എന്നൊരു പ്രതീതി ഉണ്ടാകുന്നു. അത് CPMയെ നിങ്ങൾ ഉടനെ പരിഹരിക്കൂ. ആ ജാഗ്രതപ്പെടുത്തലല്ല വേണ്ടത്. ഇവിടെ ഇവരെല്ലാവരും ഒന്നു ചേർന്ന് ഒരേ രൂപത്തിൽ ഒരു പ്രത്യേക രൂപത്തിലുള്ള ഭരണം നടപ്പാക്കുന്നു. അവിടെ ആരൊക്കെയാണോ ഇവർക്ക് വിഘാതമായി നിൽക്കുന്നത് അതിനെ മുഴുവൻ തിരസ്കരിക്കുന്നു, നിയന്ത്രിക്കുന്നു, നിരാകരിക്കുന്നു, ഇല്ലാതാക്കുന്നു. നിയമം ഞങ്ങൾക്ക് ബാധകമല്ല, ഇവരുടെ നിയമം എല്ലാവർക്കും ബാധകമല്ല എന്നുള്ളതാണ്. നിയമം ഇവർക്ക് ബാധകമല്ല, ഇവരുടെ നിയമം എല്ലാവർക്കും ബാധകമായിരിക്കണം എന്നുള്ളതാണ്. പാർട്ടി സെക്രട്ടറി എന്ത് ഉത്തരവാദിത്തമില്ലാതെയാണ് പ്രസ്താവന. പക്ഷേ എന്റെ ചോദ്യം ശ്രീ വിൻസെന്റ്, നിങ്ങളും ഇതിന്റെ ഗുണഭോക്താക്കളാണ്. നിങ്ങൾ അല്ലെങ്കിൽ ഇന്ന് ആർജവത്തോടെ പറയണമായിരുന്നു. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുടെ മറുപടി കേട്ടപ്പോൾ അവിടെ അവസാനിച്ചില്ലേ? പ്രതിപക്ഷ നേതാവ് പറയണമായിരുന്നു, EK നായരെ ഓർമ്മിക്കുകയല്ല വേണ്ടത്, ഞങ്ങളുടെ ഓഫീസുകളിൽ എപ്പോൾ വേണമെങ്കിലും പോലീസിന് കയറാം, പരിശോധിക്കാം. അങ്ങനെ വാചകം ഉണ്ടായില്ല.
ഇതിൻ്റെ ഒരു പൊതു ഇമ്മ്യൂണിറ്റിയിൽ നിങ്ങളും അങ്ങ് അല്ലല്ല, നിങ്ങൾ ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായാൽ ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ കയറിയാൽ ഞങ്ങളൊരു പ്രതിഷേധം ഉണ്ടാക്കാനില്ല. പക്ഷെ അതിനകത്ത് ഒരു രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി ചെയ്യരുതെന്നേ ഉള്ളൂ. ഇവരിതുപോലെ പറയുന്നത് രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയോടെ ചെയ്തു. അവർക്ക് എന്ത് വൈരാഗ്യമാണ് നിങ്ങളോട്? നിയമിച്ച DCP നിങ്ങളാണല്ലോ. ഇത് രാഷ്ട്രീയമാണ്. ഇത് നിങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുമുണ്ട്. ഒറ്റ ചോദ്യം ഞാൻ ചോദിച്ചു വിൻസെന്റോട്. ഇപ്പോൾ ഈ ലെഫ്റ്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇവർ കുറേ സമരം നടത്തി. ആ സമരത്തിനെല്ലാം കേസുണ്ടാവും, കേസിൽ ഉണ്ടാവുമല്ലോ. ഇവരാരും DCC ഓഫീസിലും KPCC ഓഫീസിലും പോകുന്നില്ലേ? DCC ഇപ്പം നിങ്ങൾ ശരി, ഇവരവിടെ വന്നെന്ന് ശബരിമലയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ അടക്കം അറസ്റ്റ് വാറണ്ടുണ്ട്. അതെ, എന്നിട്ട് പിടിച്ചോ? അല്ല, കടകംപള്ളി സുരേന്ദ്രനെതിരെ ഞാൻ ചോദിച്ചത് അവിടെയാണ് MLA പ്രശ്നം. ഞാൻ പറഞ്ഞത് നിങ്ങൾ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു വന്നത് ഒന്ന് ദുരുദ്ദേശപരമാണെന്ന് പറയാൻ കാരണം മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ടായ ഒരു സംഭവം. ആ സംഭവത്തിൽ ഒരു കല്ലാണ് വീണത്, ആ കല്ലിലെ പ്രതികളെ പിടിച്ചിട്ടുണ്ട്. രണ്ട്, ഏത് സാഹചര്യത്തിലാണ് ഒരു പൊതുപ്രവർത്തകൻ ഒരു പക്ഷെ ഉണ്ടെന്ന് കൂട്ടിക്കോ, നിങ്ങൾ ഈ പാതിരാത്രി വന്ന് റെയ്ഡ് നടത്തി പിടിക്കാൻ അയാളെന്താ ഭീകരവാദി? അല്ല, ഇതൊക്കെ താങ്കൾ സംസാരിച്ചുകൊണ്ട് ഇടപെടാൻ. അഡ്വക്കേറ്റ് DB ബിനു, ഇവിടെ ഈ DCP ഇതിന് മുൻപ് ചെയ്ത കാര്യങ്ങളുണ്ട്. അവർ ഇവിടുത്തെ ഹർത്താൽ അക്രമവുമായി ബന്ധപ്പെട്ട് കർക്കശമായ നിലപാടെടുത്തു. അത് ഈ ഗവൺമെൻറ് അംഗീകരിച്ച ഒന്നാണ്. ഇനി ഇവർ ഈ പറയുന്ന SBI ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കർക്കശമായ നിലപാടെടുത്തു. അവിടെ ഈ സർക്കാരിന് വേണമെങ്കിൽ എതിർ നിലപാടെടുക്കാവുന്നതാണ് ഇവർക്കെതിരെ. അന്നിവരെ മാറ്റിയിട്ടില്ല എന്നാണ് LDF പറയുന്നത്, അല്ലെങ്കിൽ CPM ഉം DYFI ഒക്കെ പറയുന്നത്. അങ്ങനെ ഒരു വിരോധം ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയാണ് പിടിച്ചത്. ജാമ്യം പോലും കിട്ടാത്ത രൂപത്തിൽ പഴുതടച്ചാണ് കോടതിയിൽ റിപ്പോർട്ട് ഈ ഉദ്യോഗസ്ഥൻ നൽകിയത്. അപ്പോൾ ഇവരിപ്പോൾ പറയുന്നുണ്ടല്ലോ, ഇവർക്ക് കിട്ടിയ ഒരു വിവരത്തെയൊക്കെ പരിഹസിക്കുന്നുണ്ടല്ലോ. പഴുതടച്ച റിപ്പോർട്ടാണ് കൊടുത്തത്, അതുകൊണ്ടാണ് 8 പേരും അകത്ത് കിടക്കുന്നത്. അതിൽ പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടത്തിയുണ്ടായി, അതൊക്കെ പാളിപ്പോയി. ഇനി ഇവർ കീഴടങ്ങിയില്ലായിരുന്നെങ്കിൽ NGO യൂണിയൻ്റെ ഓഫീസിൽ റെയ്ഡ് നടത്താനും DCP തീരുമാനിച്ചിരുന്നു എന്ന വിവരമുണ്ട്. അത്രയും കടന്ന പ്രവൃത്തികളിലേക്ക് പോകുമെന്ന് ഇവർക്ക് ബോധ്യപ്പെട്ട ഒരാൾ പിന്നെയും ആ പദവിയിലിരുന്നു. അപ്പോൾ ഒരു അടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ്. ആ അടുത്ത നടപടിയിലേക്ക് കടക്കുകയും അതിലൊന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഒരു പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്നതിനപ്പുറം ഒരു നേട്ടവും അവിടെ നിന്ന് ആർക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും നടപടികളിലേക്ക് പോകുന്നതിനെപ്പറ്റി ബന്ധപ്പെട്ടവർ ആലോചിക്കുന്നു. ആ പിഴവിനെ എങ്ങനെയാണ് നമുക്ക് നിസ്സാരമായി കാണാൻ കഴിയുക? ചെയ്ത കാര്യങ്ങൾ കൃത്യമായിരിക്കുമ്പോൾ അംഗീകരിക്കപ്പെടുന്നത് പോലെ തന്നെ പിഴവുകൾ ചൂണ്ടിക്കാട്ടേണ്ടതും ഉത്തരവാദപ്പെട്ട ഒരു ഭരണ സംവിധാനത്തിൻ്റെ ചുമതലയാണോ അല്ലയോ? അതോ എല്ലാവരെയും അണികളെ CPM അഴിച്ചുവിടുന്നു എന്ന് നിങ്ങൾ പറയുന്നത് പോലെ ഇവിടെ DCPമാരെയും അഴിച്ചുവിടാമോ? അങ്ങനെയും നിയമമില്ല. ശരിയാണ്. ഈ പോലീസിൻ്റെ ഭാഗത്ത് പിഴവുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും അവർക്കെതിരെ നടപടിയെടുക്കാനും ഒക്കെ ഭരണ സംവിധാനത്തിൽ അധികാരമുണ്ട്. നമ്മുടെ ആ ഭരണ സംവിധാനത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് വിധേയമാണ് പോലീസ്. എന്ന് പറഞ്ഞാൽ ദൈനംദിന കേസ് അന്വേഷണത്തിൽ ഭരണ സംവിധാനം ഇടപെടരുത് എന്ന് തന്നെയാണ് നിയമങ്ങൾ അനുശാസിക്കുന്നത്. അതിനുള്ള അധികാരങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ അവർ സ്വീകരിച്ച നടപടിയും മറ്റൊരു മാർഗവുമില്ലാതെ അംഗീകരിച്ചിട്ടുണ്ടാകാം. ഇവിടെ പ്രശ്നം അതല്ലല്ലോ. ഇവിടെ ഒരു പാർട്ടി ഓഫീസിൽ കയറിയതിനെ സംബന്ധിച്ചുള്ള തർക്കമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിന് അവർക്കുള്ള അധികാരത്തെ സംബന്ധിച്ചാണ് പ്രശ്നം. ആ അധികാരം നിയമം അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഒരു നിയമം അംഗീകരിക്കുന്ന കാര്യത്തിൽ അവർക്ക് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ചെല്ലുന്നത്. അവിടെ ആ സമയത്ത് അവരെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവിടെ നിന്ന് ആൾക്കാരെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാകാം. അത് രണ്ടാമത് നടക്കുന്ന സംഭവമാണ്. അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ പറയുന്ന പോലെ ഈ കവിടി നിരത്തി നോക്കാൻ കഴിയില്ലല്ലോ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക്. അത് ആ സ്ഥലത്ത് പോയി അന്വേഷണം നടത്തണം. അവിടെ അവർക്ക് സംശയമുള്ള സ്ഥലത്ത് അവർ നോക്കണം. നോക്കി അവർക്ക് ബോധ്യം വരാൻ പറ്റൂ. അങ്ങനെ ബോധ്യം വന്നു ഇല്ല എന്ന് ബോധ്യപ്പെട്ട് അവർ തിരിച്ചുപോയി. അവിടെ ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല. ആരെയും ഒരു വസ്തുവും പോലീസ് ഇടപെട്ട് നാശനഷ്ടം വരുത്തിയിട്ടില്ല. എന്ന് മാത്രമല്ല, നമ്മൾ വരാപ്പുഴ ശ്രീജിത്തിന്റെ കേസ് അന്ന് ചർച്ച രാഷ്ട്രീയ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടിക്ക് അതല്ലേ പ്രധാനം? രാഷ്ട്രീയ നഷ്ടം ഉണ്ടാക്കുന്നതിന് കാരണം അത്ര ക്രിമിനലുകൾക്ക് അഭയം കൊടുത്ത രാഷ്ട്രീയ നഷ്ടം ഉണ്ടാവും. ആ രാഷ്ട്രീയ നഷ്ടം, അതിൻ്റെ മാനഹാനി അവർ നേരിട്ടേ പറ്റൂ. അതിൽ നിന്നും അകലം പാലിക്കാനുള്ള സാമാന്യമായ ബുദ്ധി, വിവേകം രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കണമെന്നാണ് ഇതിൻ്റെ ആകെയുള്ള തത്വം. അത് നടപ്പില്ലെങ്കിൽ അതിൻ്റെ അപമാനം ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ ബിജു വേണുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. അതുമായിട്ട് എന്താ ബന്ധപ്പെടുന്നത്?
താങ്കൾ നിയമപരമായ നടപടിയാണ് സ്വീകരിച്ചത്. ഇവിടെ നിയമപരമായ നടപടി സ്വീകരിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ നിയമവിരുദ്ധമായി നടപടിയെടുത്തു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? ശരി, ഇവിടെ ഈ പറയുന്ന പല ഉദ്യോഗസ്ഥന്മാരും ഈ പറയുന്ന ആളുകളുടെ വീടുകളിൽ കയറി ഇറങ്ങി അക്രമം നടത്തിയിട്ടില്ലേ? മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയിട്ടില്ലേ? എത്രയോ പേര് അതുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ നടത്തിയിട്ടിരിക്കുന്നു, കോടതി ഇടപെട്ടിരിക്കുന്നു. അപ്പോഴൊന്നും ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണമെങ്കിൽ വിശദമായ അന്വേഷണം നടത്തണം, അവർ കോടതിയിൽ പോകും. ഇതൊന്നും ഇവിടെ വേണ്ടി വന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ അവർക്കെതിരെ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടു. ഇപ്പോൾ അന്വേഷണം നടത്തിയ ADGP അവർക്ക് അനുകൂലമായി റിപ്പോർട്ടും കൊടുത്തിരിക്കുന്നു. ഇനി അവരുടെ തല ഉരുണ്ട് കാണണമെന്നാണോ ഭരണ സംവിധാനം ആഗ്രഹിക്കുന്നത്? ശരി, തീർച്ചയായും അത് നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ശരി, നിയമവാഴ്ചയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വരും നിങ്ങൾ. ശരി സാർ, ഞാനൊരു ഇടവേളയിൽ കൂടെ പോകണം, അതിനുശേഷം വേഗം തിരികെ എത്താം. സൂപ്പർ പ്രൗഢയും അവസാന ഘട്ടത്തിലേക്ക് കഷ്ടി 3 മിനിറ്റ്. വേഗം ഒരു ഇത്തിരി നീണ്ട ചോദ്യമാണെങ്കിലും ക്ഷമിക്കണം. ശ്രീ ബിജു, DK മുരളി MLA, വീണ ജോർജ് MLA, B സത്യൻ MLA, PK ശശി MLA, ഇവരുടെ ചോദ്യം നമ്പർ 15 ഇന്ന് സഭയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാണ്, സംഘടനയുടെ ഓഫീസുകൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ക്രിമിനലുകളുടെ ആക്കുന്ന പ്രവണത അവസാനിപ്പിക്കാൻ പോലീസ് നിരീക്ഷണം ശക്തിപ്പെടുത്താൻ നടപടിയെടുക്കുമോ? CMന്റെ മറുപടി, ആയുധ സംഭരണം, കുറ്റവാളികളെ ഒളിപ്പിക്കൽ, കുറ്റകരമായ ഗൂഢാലോചന തുടങ്ങിയ സംഭവങ്ങളിൽ ഏർപ്പെടുന്ന സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ഓഫീസുകളുടെയും പ്രവർത്തനം നിരീക്ഷിച്ചു വരുന്നതും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുമായ ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇതാണ് പ്രശ്നം. അപ്പൊ ഇങ്ങനെ ഇവർക്ക് മറുപടി കൊടുക്കുന്നു. മറുവശത്ത് ചൈത്രയോട് പറയുകയാണ് പോലീസിന്റെ പൊതുവായ ചുമതല ഈ പറയുന്ന സ്ഥാപനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് പോവുക. അങ്ങനെയല്ല ചൈത്ര ചെയ്തത്. നിങ്ങൾ പറയുന്ന കേട്ടാ തോന്നുന്നു തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു DCP ഉള്ളതുകൊണ്ടാണ് ഈ ഒരു 1.5 മാസമായിട്ട് ഇവിടെ ഒരു കമ്മീഷനില്ലേ, അതിന്റെ മുകളിലെ ആൾക്കാരില്ലേ, നിങ്ങൾ എന്താ ഇങ്ങനെ ഒരു ഇഷ്യൂ കിട്ടിയപ്പോൾ അവരെ ഇങ്ങനെ പറയുന്നത്? ഇവിടെ എന്താ പ്രശ്നം? ഏത് ക്രിമിനലാണ് പറയുന്നത്? ഇവർ പറയുന്നത് എന്താ? DYFI ബ്ലോക്ക് സെക്രട്ടറി അയാൾ അവിടെ പോയി, ഇതല്ലല്ലോ തെറ്റ്. ഇവിടെ ക്രിമിനലുകളെ ഒളിപ്പിക്കുന്നതും ആയുധം ശേഖരിക്കുന്ന അങ്ങനെയാണോ ഈ പ്രശ്നത്തിനെ കാണുന്നത്? ഈ പ്രശ്നം എന്താ? ഒരു പൊതുപ്രവർത്തകർ അവിടെ പോയി, അവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടായില്ല എന്ന് പറയുന്നില്ലല്ലോ. അതിനകത്ത് ഒരു പയ്യൻ ഇൻവോൾവ് ആണ്. ആ പ്രതികളെല്ലാം പോലീസ് പിടിക്കുകയും ചെയ്തു. ഇവർ അന്ന് പിടിക്കുന്നില്ല, അന്ന് വൈകുന്നേരം സംസാരിച്ചിട്ട് വിടുന്നു, പിറ്റേ ദിവസം പിടിക്കുന്നില്ല. അമ്മ തന്നെ പറയുന്നത് എന്താണ്? അമ്മ ഫോൺ ചെയ്തപ്പോൾ എന്താ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നു പറഞ്ഞു. പാർട്ടി ഓഫീസുകൾക്ക് ആൾക്കാർക്ക് ഒളിവിൽ താമസിക്കുന്ന എത്ര സ്ഥലങ്ങളുണ്ട്? പാർട്ടി ഓഫീസിൽ മുടക്കോഴിമല തുടങ്ങിയ സ്ഥലങ്ങളുണ്ടല്ലോ. അവസാനമായി ശ്രീ വിൻസെന്റ്, 1 മിനിറ്റേ ഉള്ളൂ. പിന്നെ വേണു പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരം എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് ഇവിടെ നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ഒരു പോലീസ് ഓഫീസർക്കെതിരായി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭരിക്കുന്ന ഒരു കക്ഷി തന്നെ വന്നിരിക്കുകയാണ്. വനിതാ മതിൽ പിടിച്ചുകൊണ്ട് വനിതകളെ സംരക്ഷിച്ച ഒരു പാർട്ടി തന്നെ ഇപ്പോൾ അവരെ തല കൊയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ തന്നെ ഇദ്ദേഹം പറഞ്ഞു 3 മാസക്കാലമായി ഇവിടെ ക്രമസമാധാന നില തകർന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു DCP 3 മാസക്കാലമായി ഒരു DCP ഇവിടെ ഇരുന്നിട്ട് ക്രമസമാധാന നില പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പാർട്ടിക്ക് ഭരണകക്ഷിക്ക് സാധിക്കാത്തത്? അപ്പം 3 മാസക്കാലമായി ഇവിടെ ക്രമസമാധാന നില തകർന്നു എന്നെങ്കിലും ഈ DCPക്ക് എതിരായിട്ടുള്ള ഒരു ആരോപണമായിട്ടെങ്കിലും അദ്ദേഹം നിങ്ങൾ സമ്മതിച്ചതൊന്നായി. ക്രമസമാധാന നില പൂർണ്ണമായി പരിപാലിച്ചു എന്നാണ് ഗവർണർ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് ശരിയല്ല എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്നു. ഭരണസ്ഥിര കേന്ദ്രത്തിൽ തന്നെ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നിരിക്കുമ്പോൾ വേറെ എവിടെയാണ് നിങ്ങൾക്ക് ക്രമസമാധാനം പാലിക്കാൻ സാധിക്കുന്നത്? ശരി, നമ്മുടെ സമയം കഴിഞ്ഞു. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കും.